കിഡ്നി സ്റ്റോൺ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നുള്ളതെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കിഡ്നി സ്റ്റോണ് പ്രധാനമായിട്ടും 3 അല്ലെങ്കിൽ 4 തരമാണ് സാധാരണ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസാണ് വളരെ പരമപ്രധാനമായിട്ട്, ഒരു 80% ക്രിസ്റ്റൽസും കാൽസ്യം ഓക്സലേറ്റ് ആയിരിക്കും. രണ്ടാമതായിട്ട് വരുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതൊരു 10% അല്ലെങ്കിൽ 15%, മാക്സിമം 15%. പിന്നെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, ദെൻ അമോണിയ ഫോസ്ഫേറ്റ്, ഇത് രണ്ടും കൂടി ചേർന്ന കാൽസ്യവും അമോണിയവും ഫോസ്ഫേറ്റും കൂടി ചേരുന്ന ക്രിസ്റ്റൽസ് കൂടി ചേർന്ന്, ഇതെല്ലാം കൂടി മാക്സിമം ഈ 85% കഴിഞ്ഞ് ബാക്കി വരുന്ന എല്ലാം കൂടി ചേർത്താണ് വരുന്നത്. അപ്പോൾ ഈ 4 തരം ക്രിസ്റ്റൽസാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇത് എങ്ങനെയാണ് ഈ ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡിസം ഒരു കാരണമായിട്ട് സാധാരണ കാണാറുണ്ട്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ, വെറുതെ എന്തെങ്കിലും കിടപ്പ് രോഗികൾ, കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് കിടക്കുന്ന രോഗികളിൽ ഈ ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലും കിഡ്നിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ചും ഈ അമോണിയം ക്രിസ്റ്റൽസ്, അമോണിയയുടെ ഏറ്റക്കുറച്ചിലുകൊണ്ട് പലപ്പോഴും ക്രിസ്റ്റൽസ് അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ഈ പറയുന്ന സ്റ്റോൺ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങൾ, താഴോട്ട് വരുന്ന ട്യൂബിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ, സ്റ്റീനോസിസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സ്റ്റോൺ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. സ്റ്റോൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നമുക്കറിയാം ഭയങ്കര വേദനയായിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അത് റൈറ്റ് സൈഡായിരിക്കാം, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡായിരിക്കാം, ചിലപ്പം ലോവർ അബ്ഡമനിലായിരിക്കാം, അല്ലെങ്കിൽ യൂറിൻ വരുന്ന കുഴലിലായിരിക്കാം. ദെൻ ഹെമിച്യൂറിയ, ബ്ലഡ് കാണും യൂറിനിൽ, ചിലപ്പോൾ പസ് കാണും, അതുപോലെ തന്നെ വോമിറ്റിംഗ് ഉണ്ടാകും, ചില ഘട്ടങ്ങളിൽ പനി ഉണ്ടാകാം, ഈവൻ ബോധക്ഷയം വരെയും ചിലപ്പം ഉണ്ടായെന്ന് വരാം ഈ വേദനയുടെ കാഠിന്യം കൊണ്ട്. ഇത്രയും സിംറ്റംസ്. നടുവേദന വളരെ പ്രധാനമാണ്. നടുവേദന ഈ സിംറ്റംസുമായിട്ട് വരുമ്പം നമ്മൾ വിചാരിച്ചോണം സ്റ്റോൺ ആകാൻ ഒരു സാധ്യതയാണ്. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കണം, ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ CT സ്കാൻ. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് സ്റ്റോൺ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യൂറിൻ എടുത്ത് ലാബിൽ കൊടുത്ത് നോക്കിയാൽ, യൂറിൻ ലാബിൽ കൊടുത്താൽ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടോ, ക്രിസ്റ്റൽസ് ഉണ്ടോ എന്നുള്ളതും കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചികിത്സ എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ, ഇങ്ങനെ ഒരു സ്റ്റോണുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം താഴോട്ട് വരുന്ന ട്യൂബ് ഏതാണ്ട് ഒരു 6 mm താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വലുതായിട്ടുള്ള, അതിലും വലിയ സ്റ്റോണുകൾ എങ്ങനെ പുറത്തോട്ട് വരുമെന്നുള്ളതാണ്. ഇവിടെയാണ് പലപ്പോഴും പൊടിച്ച് കളയുന്ന ഒരു പ്രക്രിയ സാധാരണ ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ഒരു മെത്തേഡ് അവലംബിക്കാറുണ്ട്. ട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, കിഡ്നിയിലാണെന്നുണ്ടെങ്കിൽ പൊടിച്ചവിടെ ഇടാൻ പറ്റും. പിന്നെ അത് വെള്ളം കൂടുതൽ കുടിച്ചിട്ട് ഇത് പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ചികിത്സ പല രീതിയിലുണ്ട്. ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും അലോപ്പതിയിലാണെന്നുണ്ടെങ്കിലും പലരും പല രീതിയിലാണ് ചികിത്സിക്കുന്നത്. അപ്പം നമുക്ക് ഡയറ്റ് ഒന്ന്, ഏത് ചികിത്സ വിധിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഹാരം ക്രമീകരിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതിൽ ഒരു കാൽസ്യം ഫ്രീ ഡയറ്റ് നോക്കണം. പ്രത്യേകിച്ചും ചീര, ക്യാബേജ്, കോളിഫ്ലവർ, അതായത് ഇലകളെല്ലാം ഒഴിവാക്കണം. മുരിങ്ങയില ഒഴിവാക്കണം. ദെൻ കാൽസ്യം കൂടുതലുള്ള നെല്ലിക്ക നിങ്ങൾ ഒഴിവാക്കണം. കത്രിക്ക ഒഴിവാക്കണം. അതുപോലെ കാഷ്യൂനട്ടും കപ്പലണ്ടി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചേ പറ്റൂ. വെള്ളം കൂടുതൽ കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും, അതായത് 3 കുപ്പി വെള്ളമെങ്കിലും മിനിമം കുടിക്കാമെങ്കിൽ സ്റ്റോൺ ഉണ്ടാകുന്ന തരി അതുപോലെ അങ്ങ് തെറിച്ച് പൊക്കോളും. വലിയ സ്റ്റോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് കുറച്ച് പാർട്ടിക്കിൾസായിട്ട് പുറത്തു പോകും. അപ്പോൾ ഇത്രയും ഡയറ്റിനകത്ത് മോഡിഫിക്കേഷൻ. പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ മിനിമം ക്വാണ്ടിറ്റി പാൽ ഉപയോഗിച്ച് 1-2 ചായ, അല്ലെങ്കിൽ കട്ടൻ ചായ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കുക. അതുപോലെ ഇപ്പോൾ കൊഞ്ച്, കക്ക, കണവ, ഞണ്ട്, ചെമ്മീൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ആഹാരത്തിൽ ഒഴിവാക്കുകയും വേണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ ഫോർമേഷൻ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ അത് വലുതാകാതെ നോക്കാൻ പറ്റും. ഈ ചെറിയ സ്റ്റോൺ, ഒരു പഞ്ചസാര തരിയുടെ സ്റ്റോൺ ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ വേദന ഉണ്ടാക്കും. അത് പുറത്ത് കളയാൻ വേണ്ടി കൂടുതൽ വെള്ളം കുടിക്കുകയും, മരുന്നുകൾ നിങ്ങൾ ഈ പൊടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ
ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സയുണ്ട്. ലേക്കോപോഡിയം അല്ലെങ്കിൽ ബെർബറീസ്, സരസപ്പരെല്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രാഞ്ചിയ, ഓസിമം സാങ്ക്ടം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വിവിധ പൊട്ടൻസികൾ, അത് ഓരോ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിലായിരിക്കും പ്രിസ്ക്രിപ്ഷൻ വരുന്നത്, ഓരോ മരുന്നായിരിക്കും തരുന്നത്. പലപ്പോഴും ഹയർ പൊട്ടൻസീസ് വളരെ ഫലവത്തായിട്ട് ഈ സ്റ്റോണിനെ പുറത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് പേരെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, സർജറി ഒഴിവാക്കി കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറ്റ് നോക്കുക, ഈ രീതിയിലുള്ള ചികിത്സാവിധി എടുക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ ഓക്കെ ഓക്കെ, അത് നിങ്ങൾ സ്ക്രോളിൽ കയറി വരുമല്ലോ. അത് ഞാൻ തന്നെ പറയുന്നത് സ്ക്രോളിൽ നിങ്ങൾ ഇട്ടാൽ മതി, മനസ്സിലായില്ലേ? താഴെ എൻ്റെ ഫോൺ നമ്പറും പറഞ്ഞാൽ. എത്ര മിനിറ്റ് ആയത്? അത്